കുവൈത്തിലെ മംഗഫിലുണ്ടായ ദുരന്തത്തിൽ 49 ജീവനുകളാണ് പൊലിഞ്ഞത്. മരിച്ച 46 ഇന്ത്യക്കാരിൽ 24 പേർ മലയാളികളാണ്. 23 പേരെ ഇതിനകം തിരിച്ചറിഞ്ഞു. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ ഭൂരിഭാഗം താമസിച്ചിരുന്നത് മലയാളികളാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കുവൈത്ത് അമീറും പ്രവാസി വ്യവസായികളും ധനസഹായം പ്രഖ്യാപിച്ചു. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമലംഘനങ്ങൾക്കെതിരെ കുവൈത്ത് ഭരണകൂടം കർശന നടപടികൾ ആരംഭിച്ചു. തീപിടുത്തത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മലയാളികളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ ഭൂരിഭാഗവും താമസിച്ചിരുന്നത് മലയാളികളാണ്. അപകടത്തിൽ മരിച്ച മറ്റുള്ളവരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. ഫോറൻസിക് പരിശോധനകൾ തുടരുകയാണ്. ഇനിയും തിരിച്ചറിയുന്നവരിൽ മലയാളികൾ ഉൾപ്പെടുമോ എന്നതും ആശങ്കയേറ്റുന്നു. മലയാളികളുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് കൊച്ചിയിലെത്തിക്കുമെന്നാണ് നോർക്ക അധികൃതർ നൽകുന്ന വിവരം. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കേന്ദ്ര പ്രവാസികാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കുവൈറ്റിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തീപിടുത്തത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ച ശേഷം കുവൈറ്റ് ഭരണകൂടവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സ്ഥിതിഗതികൾ മന്ത്രി വിലയിരുത്തി. നാളെ മുതൽ പെരുന്നാൾ അവധി ആരംഭിക്കുന്നതിനാൽ മൃതദേഹം വിട്ടു നൽകാനുള്ള നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ പൂർത്തിയാക്കാനാണ് ശ്രമം. നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് അനുസരിച്ച് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനങ്ങൾ സജ്ജമായി കഴിഞ്ഞു. നിർദ്ദേശം ലഭിച്ചാൽ ദില്ലിയിൽ നിന്ന് വിമാനം കുവൈറ്റിലേക്ക് പുറപ്പെടും. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പ്രവാസി വ്യവസായികളും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും. സംസ്ഥാന സർക്കാർ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവുമാണ് നൽകുക. NBTC കമ്പനി മരിച്ച തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. കൂടാതെ ആശ്രിതർക്ക് ജോലിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമെന്നും കമ്പനി അധികൃതർ വ്യക്തമാക്കി. പ്രവാസി വ്യവസായികളായ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി 5 ലക്ഷം രൂപ വീതവും RP ഗ്രൂപ്പ് ചെയർമാൻ രവിപിള്ള 2 ലക്ഷം രൂപ വീതവും നോർക്ക വഴി മരിച്ചവരുടെ ബന്ധുക്കൾക്ക് കൈമാറും. കുവൈറ്റ് അമീറും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ വിമാനങ്ങൾ സജ്ജമാക്കാനും അമീർ നിർദ്ദേശം നൽകി. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമലംഘനങ്ങൾക്കെതിരെ കുവൈറ്റ് ഭരണകൂടം കർശന നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ലേബർ ക്യാമ്പുകളിലും തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിലും പരിശോധന ഊർജിതമാക്കി. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരും മുനിസിപ്പാലിറ്റി അധികൃതരും സംയുക്തമായാണ് പരിശോധനകൾ നടത്തുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. ചെറിയ മുറികൾ തട്ടുകളായി തിരിച്ച് തൊഴിലാളികളെ താമസിപ്പിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കെട്ടിട ഉടമകൾക്കും അധികൃതർ പിഴ ചുമത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.